ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ എല്ലായിടത്തും പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷമായി. അതിപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഇത് കായ്ച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം. ഇപ്പോൾ ഇത് ആയിട്ടിപ്പോൾ ഏകദേശം ഒരു 30-33 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല രസമുള്ള പൂവൊക്കെ ആയിട്ടായിരുന്നു ഇത് വന്നത്. അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും കറക്റ്റ് നല്ല പാകമായി പഴുത്ത് നിൽപ്പുണ്ട്. നമുക്കിത് പയ്യാം. ഇത് കണ്ടില്ലേ? അപ്പം ഇതിന് ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള പേര് വരാൻ കാണാൻ തന്നെ ഇതിൻ്റെ ഇതൊക്കെ ഈ ഷേപ്പുകളുണ്ടാകും കേട്ടോ. ഡ്രാഗനെ റിസംബിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇതാണ്ടാണ് ഇതിനൊരു ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞത് മെക്സിക്കോയും സെൻട്രൽ അമേരിക്കയുമാണ്. അവിടെ നിന്നാണ് വന്നത്. ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടും. സ്ട്രോബെറി പിയർ എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ 3 വെറൈറ്റിയാണ് ഉള്ളത്. ഒന്ന് റോസിനകത്ത് തന്നെ അകത്ത് കളറും റോസ് വരും. പിന്നെ ഒരെണ്ണം യെല്ലോ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വൈറ്റ്. ഇത് 3ആണ് ബേസിക്കായിട്ടുള്ള വെറൈറ്റി. പിന്നെ അതല്ലാതെ ഇതിൻ്റെ 150ഓളം വെറൈറ്റികൾ വേറെ ഉണ്ട്. കാരണം ഇതിൻ്റെ കണ്ടില്ലേ, ഈ ടെൻറ്റക്കിൾസിൻ്റെ വേറെ വെറൈറ്റി വരാം, അകത്ത് കുരുവുള്ള വെറൈറ്റി വരാം, പിന്നെ ഇതിനകത്ത് മുള്ളിൻ്റെ ഇതനുസരിച്ച് വരും. അങ്ങനെ 150ലേറെ വെറൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്കിതൊന്നും ഉണ്ടാക്കാം. പക്ഷേ മെയിനായിട്ടുള്ളത് ഈ 3 വെറൈറ്റിയാണ്. റെഡും വൈറ്റും യെല്ലോയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് മെക്സിക്കോ അമേരിക്ക ആണെങ്കിലും ഇതിപ്പോൾ ലോകമെമ്പാടും കൃഷി ചെയ്യുന്നുണ്ട്. ചൈനയിലൊക്കെ ഇതിൻ്റെ വലിയ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ശരി ഇതൊക്കെ നല്ലതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുമ്പം ഒരു 400 തൊട്ട് 600 വരെയുള്ളതാണ് കോമൺലി കാണുന്നത്. പക്ഷെ 1 കിലോ അടുത്ത് വരെയുള്ള വെറൈറ്റികളും ഉണ്ട്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഡിമാൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് കാരണമാണ് ഇതിന് ഇത്രയും ആൾക്കാർ ഇത് വാങ്ങി കഴിക്കുന്നത്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാരണമാണ് ഇതിന് ഇത്രയും ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്ന് കണ്ടിച്ച് നോക്കാം. ഇതിനകത്ത് അകത്ത് ഏത് കളറാണെന്ന് എനിക്കും അറിയത്തില്ല. നോക്കാം, നമുക്ക് കണ്ടിച്ച് കുറച്ച് നമുക്ക് ടേസ്റ്റ് എടുക്കാം. ബാക്കി നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ഓഹോ, നല്ല ഒരു റെഡിഷ് പിങ്ക്, അതാണ് അകത്തെ കളറ്. ഓക്കെ, നോക്കി എന്ത് കളറാന്ന്. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഇനി ഇതേ രസം നമുക്ക് കഴിക്കാനുണ്ടെന്നുള്ളത് നോക്കണം. ഗൈസ്, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് നോക്കാം എങ്ങനെയാണ്. കുഴപ്പമില്ല, ഒരു
കുഴപ്പമില്ലാത്തൊരു രുചിയുണ്ട്. പക്ഷെ ഇത് ഏതിൻ്റെ ഫ്ലേവർ അതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ രുചിയൊന്നുമില്ല, പക്ഷെ കൊള്ളാം. ചെറിയൊരു രുചി. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്റ്റാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം. എന്നാലും കുഴപ്പമില്ല, ഇത് ഈ വെറൈറ്റി കഴിക്കാൻ നല്ല കുഴപ്പമില്ല. നമുക്ക് ബാക്കി ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ഓക്കെ, അപ്പം നോക്കിയ ഗൈസ്, ഇതിൻ്റെ അതിനകത്തുനിന്ന് വരുന്ന ഈ കളറ് കണ്ടോ, കയ്യേലും എല്ലാം ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അകത്ത് രണ്ട് ചെറിയ കുരുക്കളൊക്കെ ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ കയ്യെ ഫുള്ളും ഇതിൻ്റെ കളറാണ്. അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിക്കാൻ, ബാക്കി നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസല്ല, ഷേക്ക് അടിക്കാം. നമുക്ക് ലേശം പഞ്ചസാരയും കൂടെ ഇടാം. ഓക്കെ, സെറ്റ്. ഹായ്, എന്ത് കളറിലായിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ കുടിക്കട്ടെ. റോ ആയിട്ട് ഇതിനേക്കാൾ നല്ലത് ഷേക്ക് അടിച്ച് കുടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് പോകുന്നുണ്ട്. അപ്പം വീട്ടിലൊക്കെ വെക്കാൻ നല്ല വർത്തായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ടെങ്കിലും വെക്കുക. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഷേക്ക് അടിക്കാം, ആരെങ്കിലും വരുമ്പം അവർക്കൊരു കൗതുകമാകും ഇത് വെട്ടി കൊടുക്കുമ്പോൾ. എല്ലാം കൊണ്ടും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.